നമസ്കാരം. പത്രപ്രവർത്തകർക്ക് സ്ഥിരമായ പെൻഷൻ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു. അദ്ദേഹം പത്രപ്രവർത്തക യൂണിയൻ്റെ നേതാക്കളോട് പറഞ്ഞു, തൽക്കാലം 1000 രൂപ വെച്ച് നൽകാം. 30 പത്രപ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് നമുക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യാം. നിങ്ങൾ 30 പേരുടെ പട്ടിക നൽകണം. യൂണിയൻ ഭാരവാഹികൾ 30 പേരെ കണ്ടെത്താനുള്ള നെട്ടോട്ടമായി. അവരുടെ കണക്കിൽ പെൻഷൻ അർഹതയുള്ള 200ഓളം പേരുണ്ട്. അവരിൽ നിന്ന് ഈ 30 പേരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എങ്കിലും എല്ലാ പരിഗണനയും വെച്ച് ഒരു പട്ടിക തയ്യാറാക്കി. യൂണിയൻ പ്രസിഡന്റ് മലപ്പുറം മൂസയും ജനറൽ സെക്രട്ടറി CR രാമചന്ദ്രനും വിതുര ബേബിയും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു. കയ്യിലുള്ള പെൻഷൻകാരുടെ പട്ടിക അദ്ദേഹത്തിന് നൽകി. അതിലേക്ക് ആകെ ഒന്ന് കണ്ണോടിച്ചിട്ട് തൻ്റെ പ്രശസ്തമായ ചിരിയോടെ കരുണാകരൻ പറഞ്ഞു, നിങ്ങളുടെ പട്ടികയിൽ നിന്ന് 6 പേരെ കുറച്ചു തരണം, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനാകൂ. പ്രസിഡന്റ് മൂസയ്ക്ക് സഹിക്കാനായില്ല. അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സർ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? 2 ആഴ്ചക്കാലം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് വിശദമായ ചർച്ചകൾ നടത്തി തയ്യാറാക്കിയ പട്ടികയാണ് ഇത്. ഇതിനി മാറ്റാൻ പറ്റില്ല. കരുണാകരൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. എന്നിട്ട് തൻ്റെ മേശവലിപ്പ് സാവധാനം തുറന്ന് അതിൽ നിന്ന് ഒരു കടലാസ് എടുത്തു. അത് അവരെ കാണിച്ചു. ഇതെഴുതിയ ആളെ നിങ്ങൾക്കറിയാം. പ്രസിദ്ധ മാർക്സിസ്റ്റ് ചിന്തകനായ C ഉണ്ണിരാജ. അദ്ദേഹം വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നു. പെൻഷന് വേണ്ടിയാണ് ഈ അപേക്ഷ. അതിനുശേഷം മറ്റു ചില കടലാസുകളും മുഖ്യമന്ത്രി പുറത്തെടുത്തു. അവയും പെൻഷനുള്ള അപേക്ഷകളായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ പേരുകൾ വായിച്ചു. വൈക്കം ചന്ദ്രശേഖരൻ നായർ, പവനൻ, MK കുമാരൻ, KR ചുമ്മാർ. എല്ലാവരും എക്കാലവും എന്നെ എതിർത്തവരാണ്. അവരൊന്നും പത്രപ്രവർത്തകരല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നേതാക്കൾക്ക് മിണ്ടാട്ടം മുട്ടി. അങ്ങനെ ഇവർക്ക് കൂടി പെൻഷൻ നൽകിക്കൊണ്ടാണ് പത്രപ്രവർത്തക പെൻഷൻ എന്ന സംരംഭത്തിന് കെ കരുണാകരൻ തുടക്കം കുറിച്ചത്. ദേശാഭിമാനി മാന്തിയ മനോരമയുടെ അടിവേരുകൾ. അടുത്ത കഥ അതാണ്. കാത്തിരിക്കുക.